ലോകത്തിലെ ഏറ്റവും പഴയതും അതേസമയം ഏറ്റവും സങ്കീർണവുമായ ഒരു തത്വചിന്തയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പം നമുക്ക് തുടങ്ങാം, അല്ലേ? ഹിന്ദുമതത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു പ്രത്യേക സ്ഥാപകനില്ല, ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല, ഒരു പോപ്പിനെപ്പോലെ കേന്ദ്രീകരിച്ച് ആരുമില്ല. മറ്റു പല മതങ്ങളിൽ നിന്നും ഹിന്ദുമതത്തെ വ്യത്യസ്തമാക്കുന്നത് തന്നെ ഈയൊരു ഘടനയാണ്. ശരിക്കും കൗതുകം തോന്നുന്നില്ലേ? നമ്മൾ സംസാരിക്കുന്നത് വെറും ചെറിയൊരു വിഭാഗത്തെപ്പറ്റിയല്ല. ലോകമെമ്പാടുമായി ഏകദേശം 120 കോടിയിലധികം ആളുകൾ ഈ മാർഗം പിന്തുടരുന്നുണ്ട്. ഇത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ്. ഇതൊരു വെറും കണക്കല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു വലിയ സംസ്കാരത്തിന്റെ ജീവിക്കുന്ന തെളിവാണ്. നമ്മളൊക്കെ ഇതിനെ ഹിന്ദുമതം എന്ന് വിളിക്കുമെങ്കിലും ഇതിന്റെ അനുയായികൾ ഇതിനെ വിളിക്കുന്നത് സനാതനധർമ്മം എന്നാണ്. സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം ശാശ്വതമായ മാർഗം എന്നാണ്. അപ്പോൾ എന്താണ് ഈ ശാശ്വതമായ മാർഗം? നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഹിന്ദുമതത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആകാശത്തിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമെന്ന നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ ചിത്രം ഒന്ന് മാറ്റിവെക്കണം. എന്നിട്ട് പ്രപഞ്ചത്തെക്കുറിച്ച് ഹിന്ദുക്കൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. ഹിന്ദു തത്വചിന്ത അനുസരിച്ച് ഒരേയൊരു പരമമായ യാഥാർത്ഥ്യമേ ഉള്ളൂ. അതിന് പ്രത്യേക രൂപമൊന്നുമില്ല. അതൊരു വലിയ കോസ്മിക് എനർജിയാണ്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും, ഗ്രഹങ്ങളെ, നിങ്ങളെ, എന്നെ, ഒരു ചെറിയ ഉറുമ്പിനെ വരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്ന്. ഇതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഒരു വലിയ അനന്തമായ സമുദ്രം പോലെ ഇതിനെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇനി ആ വലിയ സമുദ്രത്തിൽ നിന്ന് ഒരൊറ്റ തുള്ളി വെള്ളമെടുക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ ഒരു തുള്ളി, അതാണ് നിങ്ങൾ, അതാണ് ആത്മാവ്. അതായത് ഓരോ ജീവനുള്ള വസ്തുവിനുള്ളിലും കുടികൊള്ളുന്ന ആ ദൈവിക അംശം. ഇവിടെയാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്. ആ സമുദ്രവും ഈ തുള്ളിയും, അതായത് ബ്രഹ്മവും ആത്മാവും, രണ്ടല്ല ഒന്നുതന്നെയാണെന്ന തിരിച്ചറിവ്. നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് ആ ദൈവികതയുടെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങളും എന്ന ചിന്ത. വേദങ്ങളിലെ ഏറ്റവും ശക്തമായൊരു വാക്യമാണിത്, തത്വമസി. അതിന്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണ്. നിങ്ങൾ ആ വലിയ സമുദ്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു തുള്ളിയല്ല, നിങ്ങൾ ആ സമുദ്രം തന്നെയാണ് എന്ന തിരിച്ചറിവാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? നമ്മളെല്ലാം ദൈവിക അംശമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്ത് ഇത്രയധികം കഷ്ടപ്പാടുകൾ? നമ്മൾ ശരിക്കും എന്തിനാണിവിടെ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ അടുത്ത ആശയത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് സംസാരം. ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ അവസാനിക്കാത്ത ഒരു ചക്രം. ഹിന്ദുവിശ്വാസപ്രകാരം ജീവിതം ഒരു നേർരേഖയല്ല. അതായത് ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല. അതൊരു വൃത്തം പോലെയാണ്. നമ്മൾ ഇതിനു മുമ്പും ജീവിച്ചിട്ടുണ്ട്, ഇനിയും ജീവിക്കും. ഈ ജീവിതചക്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്? ഉത്തരം ഒന്നേ ഉള്ളൂ, കർമ്മം. പക്ഷേ ഒരു മിനിറ്റ്. കർമ്മം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്താ? ഒരുതരം ശിക്ഷയോ പ്രതിഫലമോ, അല്ലേ? എന്നാൽ സത്യത്തിൽ അതങ്ങനെയല്ല. കർമ്മം എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം പ്രവൃത്തി എന്നാണ്. ഇത് ന്യൂട്ടന്റെ 3-ാം നിയമം പോലെയാണ്. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലം വരും, മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം ഫലം വരും. അത്രയുള്ളൂ. വളരെ സിമ്പിളാണ് സംഭവം. ശരി, അപ്പോ അടുത്ത കൺഫ്യൂഷൻ. ഒരൊറ്റ പരമമായ യാഥാർത്ഥ്യമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ അമ്പലങ്ങളിലൊക്കെ കാണുന്ന ഇത്രയധികം ദൈവങ്ങളും ദേവതകളും? ഇത് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. നമുക്കിതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹിന്ദുമതത്തിൽ 3 കോടിയിലധികം, അതായത് ഏകദേശം 33 മില്യൺ ദൈവങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ ശരിയാകും? ഇപ്പോൾ കാര്യം ഇതാണ്. ഹിന്ദുമതത്തെ ഒരു ഹെനോതീയിസ്റ്റിക് മതമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരേ ഒരു പരമോന്നത ശക്തിയെ പല പല രൂപങ്ങളിൽ ആരാധിക്കുന്നു. കാരണം രൂപമില്ലാത്ത ആ വലിയ പ്രപഞ്ചശക്തിയെ നമ്മുടെ മനുഷ്യ മനസ്സിന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എളുപ്പമല്ല. അതുകൊണ്ട് ആ ഒരേ ശക്തിയുടെ പല ഭാവങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ദേവീദേവന്മാരെ ഉപയോഗിക്കുന്നു. ഒരേ വീട്ടിലേക്ക് നോക്കുന്ന പല ജനലുകൾ പോലെ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ത്രിമൂർത്തികൾ. പ്രപഞ്ചത്തിന്റെ 3 പ്രധാന ജോലികൾ ചെയ്യുന്ന 3 ദേവന്മാർ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു അതിനെ സംരക്ഷിക്കുന്നു, ശിവൻ പഴയതിനെ നശിപ്പിച്ച് പുതിയതിന് വഴിയൊരുക്കുന്നു. സത്യത്തിൽ ഇവരെല്ലാം ആ ഒരേയൊരു പരമമായ യാഥാർത്ഥ്യമായ ബ്രഹ്മത്തിന്റെ പല മുഖങ്ങൾ മാത്രമാണ്. ഇതുവരെ നമ്മൾ ഫിലോസഫിയാണ് സംസാരിച്ചത്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വരാം.
ഒരു ഹിന്ദുവായി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ധർമ്മം എന്ന ആശയമാണ്. ധർമ്മമെന്ന് പറഞ്ഞാൽ ഒരാളുടെ കടമ അല്ലെങ്കിൽ ശരിയായ പാത എന്നൊക്കെ പറയാം. സൂര്യന്റെ ധർമ്മം പ്രകാശിക്കുക എന്നതാണ്. ഒരു നദിയുടെ ധർമ്മം ഒഴുകുക എന്നതാണ്. അതുപോലെ ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തിൽ ഒരു ധർമ്മമുണ്ട്. ഈ ധർമ്മം ജീവിക്കാൻ പ്രധാനമായും 4 വഴികളുണ്ട്. ഇവയെ യോഗകൾ എന്ന് വിളിക്കുന്നു. ഫലം ഇച്ഛിക്കാതെ ജോലി ചെയ്യുന്ന കർമ്മയോഗം, ദൈവത്തോടുള്ള സ്നേഹത്തിലൂടെയും ഭക്തിയിലൂടെയുമുള്ള ഭക്തിയോഗം, അറിവിലൂടെ സത്യം കണ്ടെത്തുന്ന ജ്ഞാനയോഗം, പിന്നെ ധ്യാനത്തിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയുമുള്ള രാജയോഗം. അപ്പോ ഇത്രയും സങ്കീർണമായ ഈ തത്വചിന്തയിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റുന്നത്? ഹിന്ദുമതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ആത്മീയ അനുഭവം തേടി നടക്കുന്ന മനുഷ്യരല്ല, മറിച്ച് ഒരു മനുഷ്യാനുഭവം നേടാനായി ഇവിടെ വന്നിട്ടുള്ള ആത്മീയ ജീവികളാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്നൊരു ചിന്തയാണത്. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ഏതാശയമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്? കർമ്മനിയമമാണോ? അതോ ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്ന ആ തിരിച്ചറിവാണോ? അല്ലെങ്കിൽ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ പ്രാധാന്യമാണോ? ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ.